വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻപ് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഫേസ് മസാജിന്റെ കാര്യം കാണിക്കാറുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വളരെ കുറച്ച് പേര് അതിൽ ചോദിക്കാറുണ്ട് ഇത് എന്തിനാ മസാജ് ചെയ്യുന്നത്. പിന്നെ കുറെ പേർക്ക് അറിയാം ഇത് എഫക്റ്റീവ് ആണോ എന്നൊക്കെ കുറെ പേര് അതിനെ കുറിച്ചിട്ട് കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ്, ചെയ്യാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്തിനാ ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ടൈപ്പാണ്, വണ്ണം കുറയുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ വണ്ണം വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് എത്ര കൺട്രോൾ ചെയ്താൽ പോലും എനിക്ക് എനിക്ക് പാരമ്പര്യമായിട്ടുള്ളത് നമുക്ക് പറയില്ല, അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ. എൻ്റെ അച്ഛൻ്റെ ഫാമിലി എല്ലാവരും കുറച്ച് വണ്ണമുള്ള ടൈപ്പാണ്. അപ്പോൾ ഞാനായാലും എൻ്റെ സിസ്റ്റർ ആയാലും ആ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ളവരാണ്. പെട്ടെന്ന് വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുമെന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പാണ്. പക്ഷെ വണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം വണ്ണം വെക്കുകയാണെങ്കിൽ എൻ്റെ ബോഡിയിലല്ല എനിക്ക് ആ ഒരു ഇത് കാണുക, എൻ്റെ ഫേസിലായിരിക്കും കാണുക. കാരണം എനിക്ക് പെട്ടെന്ന് ഡബിൾ ചിന്ന് വരും. പിന്നെ എനിക്ക് ഒന്നാമത് ഇവിടെ ഈ ഒരു കവള് എനിക്ക് നല്ലോണം ഉണ്ട്. അത് ഞാൻ ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വീർത്ത് വരുന്നത് കാണാം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഫസ്റ്റ് വരിക. എന്നിട്ടേ എൻ്റെ ബോഡിയിൽ ചേഞ്ച് വരുള്ളൂ. ചിലപ്പോൾ എൻ്റെ ബോഡിയിൽ വലിയ ചേഞ്ച് വരില്ല, പക്ഷെ ഫേസിൽ ഞാൻ വണ്ണം വെച്ചത് കാണാൻ പറ്റും. അപ്പം എനിക്കാണെങ്കിൽ അത് സംഭവം തീരെ ഇഷ്ടമല്ല. അതിപ്പോൾ ആർക്കും ഇഷ്ടമുണ്ടായിരിക്കില്ലല്ലോ. അപ്പം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിൽ ചേഞ്ച് വന്നാൽ പോലും എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷെ എൻ്റെ ഫേസിൽ ചേഞ്ച് വന്നാൽ ഭയങ്കര സത്യം ഒരു ഡബിൾ ചിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര വൃത്തികേടാണ് ഫേസിൽ വരിക. കാരണം എനിക്ക് അത്ര ഏജ് ആവാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതായത് എനിക്കിപ്പോൾ 25 വയസ്സാണെങ്കിൽ പോലും എൻ്റെ ഫേസിൽ ചേഞ്ച് വരുമ്പോൾ നമുക്കൊരു 30+ തോന്നും. അതങ്ങനെയാണ് തടി വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പരമാവധി കൺട്രോൾ ചെയ്തിട്ടാണ് നടക്കുക. ഫുഡായാലും എല്ലാം കൊണ്ടും. കാരണം നമുക്ക് ഏജ് ഓവർ തോന്നണ്ട. കാരണം നമ്മുടെ ഏജ് അത്ര ആയിട്ടില്ല, അതുകൊണ്ടാട്ടോ. നേരെ മറിച്ച് നമുക്ക് ആ ഏജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഫേസിൽ വരുന്ന ഒരു പ്രശ്നം ആണ് അത്. എനിക്ക് പെട്ടെന്ന് ഡബിൾ ചിന്ന് ഇവിടുത്തെ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഫേസിൽ തന്നെ നന്നായി ബാധിക്കും. ആദ്യം ഞാൻ ഫേസ് മസാജ് ഇരുന്നത് ഫസ്റ്റിൽ ഞാൻ വെറുതെ നമ്മുടെ മൗത്ത് കൊണ്ടുള്ള എക്സസൈസ് ആയിരുന്നു. അതിലെനിക്ക് വലിയ റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ മസാജ് വെച്ചിട്ടുള്ളത് നോക്കി. മസാജ് വെച്ച് നോക്കിയപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ എൻ്റെ സ്കിൻ ടൈപ്പോ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ല. ആ ചാനലിൽ ചെയ്യണ പോലെ തന്നെ ചെയ്തു. അപ്പൊ അതിലെ സംഭവം ചെയ്യുന്ന എക്സസൈസ് മസാജും കാര്യങ്ങളൊക്കെ പക്കയാണ്, ഓക്കെയാണ്. പക്ഷെ ചെയ്യുന്ന രീതി ഉണ്ട്. നമുക്ക് റഫ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നല്ല, നമ്മുടെ ഫേസ് അത്രയും സോഫ്റ്റ് അല്ലേ വരിക. അപ്പോൾ നമ്മൾ ഈ ഫേസ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി. കാരണം എനിക്ക് ചെയ്തതൊരു തെറ്റായതുകൊണ്ട് എനിക്ക് വന്നൊരു അനുഭവം കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. അപ്പം നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫേസിന് നല്ലൊരു ഷേപ്പ് കിട്ടാനും ഒരു നല്ല ഗ്ലോ കിട്ടാനും കൂടിയാണ് നമ്മൾ ഈ ഫേസ് മസാജ് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിൽ ഇതിൻ്റെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആട്ടോ. ഫേസ് മസാജിനുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ നമ്മുടെ കയ്യിലുള്ള ടൂൾ തന്നെയാണ്. നമ്മുടെ ഈ രണ്ട് കൈ കൊണ്ടുള്ള മസാജ് പോലും നമുക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കൈ കൊണ്ട് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ നോർമലി ഉള്ള വെളിച്ചെണ്ണ അതൊക്കെ ഇല്ലേ, വെളിച്ചെണ്ണ മുഖത്ത് പറ്റിയിട്ട് അപ്പോൾ നമ്മുടെ ഫേസിൽ വഴുതി പൂര സുഖമായിട്ട് നമുക്ക് മസാജുകൾ ചെയ്യാം. അപ്പോൾ ഓയിൽ നമ്മുടെ ചില സ്കിന്നിന് അത് പറ്റില്ല. എൻ്റെ സ്കിന്നിന് അത് പറ്റിയിരുന്നില്ല. നോർമൽ ഓയിൽ വെളിച്ചെണ്ണ പറ്റണ പോലെയല്ല മുഖത്ത്. ആ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മുഖത്ത് വെച്ച് ഉരയ്ക്കല്ലേ, അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒന്നാമത്തെ ഒരു സൈഡ് എഫക്റ്റ് ആണ് എനിക്ക് ഫേസിൽ വന്നിട്ടുള്ള ഈ ഉരച്ച ഭാഗത്തുള്ള പിമ്പിൾസ്. ഇതിങ്ങനെ പോയിട്ടും വന്നിട്ട് നിൽക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ വല്ല മേക്കപ്പ് കാര്യങ്ങൾ ഷൂട്ടിന് മേക്കപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ വല്ലതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫേസിൽ ഹെയർ എടുക്കില്ലേ, അപ്പോൾ റൈസറിൻ്റെ അലർജിയും ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നല്ല കാരണം, പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഫേസ് മസാജിന് പറ്റിയ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ 2 ഓയിൽ വരുന്നത്. സിറം മോഡലിലാണ് കേട്ടോ വരുന്നത്. ഒന്ന് ഞാൻ ഈ ഒരു ഓയിലിൻ്റെ ബ്രാൻഡ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ. കാരണം ഇതിന് മുന്നേ ഞാൻ ഒരു റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ബയോകൂളിൻ്റെ ഒരു ഫേസ് വാഷും ഫേസ് സിറവും ചെയ്തിട്ടുള്ളതല്ലോ. അപ്പം ഞാൻ റിപ്പീറ്റ് സെയിം ബ്രാൻഡിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ അത്രയും പേഴ്സണലി എനിക്ക് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ഇതിനോടുള്ളത് കൊണ്ടാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഈ ബയോകൂളിൻ്റെ തന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ റിവ്യൂ ആയിട്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും സെയിം ആണോ, ഞാനിത് രണ്ടും മാറി ഉപയോഗിക്കും. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതാണ്. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്മെല്ലാണ്, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് നമ്മുടെ ബയോകൂളിൻ്റെ റേഡിയൻസ് ഗ്ലോ ബൂസ്റ്റിംഗ് ഫേസ് ഓയിലാണ്.
അപ്പോൾ ഒന്നാമത്തെ ഇതിൽ പറയേണ്ടത് നമ്മുടെ ഫേസിൽ ഭയങ്കര ഗ്ലോ ഫീൽ ചെയ്യും. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്ക്വാലൈൻ, റോസ് ഹിപ്പ്, അസ്റ്റാഡ് സാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഞാൻ പറഞ്ഞു ഓൾറെഡി ബ്രൈറ്റ് ആയിരിക്കും, ഈവൻ സ്കിൻ ആയിട്ട് മാറും കേട്ടോ. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ട് ആവുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂസ് ചെയ്തിരുന്ന ഓയിൽ, ഒറ്റ ഓയിൽ, നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലുള്ള ഓയിലില്ലേ പൊതുവേ നമ്മൾ മേത്ത് മോത്തൊക്കെ പരട്ടുന്നത്, അത് വെച്ചിട്ട് ചെയ്യരുത്, അത് ഒഴിവാക്കുക. സൈഡ് എഫക്റ്റ് കിട്ടും. നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണോ കിട്ടുക. അപ്പം എൻ്റെ സ്കിന്നിന് പറ്റില്ല. ഈ ഒരു ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനിത് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ സ്ക്വാലൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിരിക്കും കേട്ടോ. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ പോലും ഇത് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും കേട്ടോ. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരുപാടൊന്നും വെച്ച് മുഖത്ത് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2-3 ഡ്രോപ്സ് മാത്രമേ വേണ്ടൂ. അത് തന്നെ നമ്മുടെ ഫേസിൽ നന്നായി സ്പ്രെഡ് ഔട്ടാ. പിന്നെ ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫേസിൽ ചേഞ്ച് കാണാമല്ലോ. അതായത് ഭയങ്കര ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. ആദ്യം തന്നെ ഇത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ സ്ക്വാലൈൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്റ്റേബിൾ ഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ഓക്സിഡൈസ് ആവില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ടേൺ ആയപ്പോലും അതുപോലെ തന്നെ ഭയങ്കര ഗ്ലോ ഫീൽ ചെയ്യും, നല്ല ഈവൻ ടോൺ ആവും. അങ്ങനെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മസാജ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ണിന്റെ അവിടെ റൗണ്ട് ചെയ്തിട്ട് നന്നായി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ കണ്ണ് നന്നായി ഇങ്ങനെ വലിച്ച് നീട്ടി വെച്ച് കൊടുക്കട്ടെ. എല്ലാതും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മുടെ നെറ്റിമിക്കായിട്ട് പോണത്. ഞാൻ പറഞ്ഞോളൂ, എനിക്ക് നെറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റി നന്നായി ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, നമ്മുടെ അവിടെ ചുളിവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ പുരികത്തിന് ഇതേ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു 2-3 പ്രാവശ്യം തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെറ്റി, പുരികം, കണ്ണ് അതൊക്കെ. പിന്നെ എനിക്ക് ഈ നെറ്റിയും വെക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു പ്രത്യേകത ഫീലാണ്, നല്ല സുഖമാട്ടോ അങ്ങനെ ആക്കുമ്പോൾ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗത്തേക്കാട്ടോ. കാരണം അവിടെയാണ് നമുക്ക് ഈ ഡബിൾ ചിന്നൊക്കെ വരിക. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മസാജാണ് കേട്ടോ. ഞാൻ ഈ 2 വിരലുകൊണ്ടാണ് ഇത് ചെയ്യണത്. ചിലർ ഫുൾ കൈ കൊണ്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ ജോ ലൈൻ ശരിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് ഇതേ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു, അതുപോലെ പിടിച്ചിട്ട് നന്നായി ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിലേക്ക്. അതായത് നമ്മുടെ ഈ സൈഡിലുള്ള ജോ ലൈൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ കഴുത്തിനും കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരേ ടൈമിലാട്ടോ ഞാൻ ചെയ്യുക. നമ്മുടെ ഈ ജോ ലൈൻ്റെ ആ ഭാഗം അതിൻ്റെ ഒപ്പം തന്നെ നേരെ കുറച്ച് അടിയിലേക്കാക്കിയിട്ട് കഴുത്തിൻ്റെ ആ ഒരു സൈഡിലേക്കും കൊടുത്തിട്ട് ഇത് 2 സൈഡിലേക്കായിട്ട് കൊണ്ടുവച്ച് ഇങ്ങനെ അമർത്തി വെച്ച് നിർത്തി കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ സ്പീഡാക്കിയോണ്ട് നിങ്ങൾക്ക് ഭയങ്കര സ്പീഡായിട്ട് തോന്നും. പിന്നെ അതേ ഈ കവളിൻ്റെ ഈ സൈഡ് ഞാൻ പറയില്ല, ഞാൻ ചിരിക്കുമ്പോൾ ഈ ഇങ്ങനെ 2 ബബിൾ പോലെ അവിടെ വന്ന് നിൽക്കും. അതൊന്ന് തുടച്ചതേ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഒക്കെ ഇതേ നമ്മുടെ ഈ ചെവിടിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഞാനൊരു 5-10 പ്രാവശ്യമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതേ എനിക്ക് ഈ ഒരു സൈഡിൽ ഭയങ്കര കട്ടിയായിട്ട് വരാറുണ്ട് കവളിൻ്റെ അവിടേക്കിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഇതേ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതലും എനിക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഭാഗത്താട്ടാ, നമ്മുടെ ഈ ഒരു ജോലൈൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ കറക്റ്റ് അടിഭാഗമില്ലേ ആ ഒരു ഡബിൾ ചിന്ന് വരുന്നത്. ഈ 2 ഏരിയ മാത്രമാണ് എനിക്ക് കുറച്ച് നന്നായിട്ട് വരുന്നത്. അപ്പം അത് അവിടേക്കാണ് ഞാൻ കൂടുതൽ മസാജ് ചെയ്ത് കൊടുക്കാറിട്ടാ. അപ്പോൾ ഇത്രയും മസാജ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിനിപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു നേരമൊക്കെ ഉണ്ട്. പൊതുവേ ഇപ്പോൾ നല്ല എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഇതിൻ്റെ കോഴ്സ് ചെയ്തവർ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരുപാട് ഇതിൻ്റെ ബാക്കിൽ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയുന്നവർ, കറക്റ്റ് ചെയ്യുന്നവർ പറയണത് ഇതിനൊരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കണം, മോർണിംഗിൽ ഇന്ന ടൈമിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാനിത് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 നേരം ചെയ്യുന്നുണ്ട് കേട്ടോ. മുന്നേ എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നേരം അങ്ങനെയൊക്കെ ചെയ്തിരുന്നുള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് ഏകദേശം ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട്. 2 വീക്ക് 3 വീക്ക് കൊണ്ട് നമുക്ക് ചെറിയ രീതിക്ക് റിസൾട്ട് കിട്ടും. ഒറ്റയടിക്ക് നമ്മുടെ ഫേസ് ഭയങ്കര ജോ ലൈനൊക്കെ നല്ല കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളിതിൽ കുറച്ച് എഫേർട്ട് ഇടണം, കുറച്ച് നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇത് ചെയ്യുന്ന സമയം, ഞാൻ ചെയ്യുന്ന ടൈം ഞാൻ പറഞ്ഞു തരാം. ഞാൻ രാവിലെ, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തേജൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് ഇത് വെച്ചിട്ട് ചെയ്യും. പിന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കളയും. കാരണം എൻ്റെ മുഖത്ത് എനിക്ക് അധികം നേരം ഓയിൽ വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫേസാണ് എൻ്റെ. അപ്പം ഞാൻ വേഗം ചെയ്ത് കഴിഞ്ഞാൽ മുഖം വാഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടട്ടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു ടൈം അത് ഇട്ട് ഒരു 5-10 മിനിറ്റോ അത്ര തന്നെ വേണ്ടു. പ്രത്യേകിച്ച് ഇപ്പം ഇതിന് വേണ്ടി കുറേ നേരമൊന്നും വേണ്ട, 5 മിനിറ്റിനെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ ഞാൻ കിടക്കണ ഒരു ടൈമിലാണ് ചെയ്യുക. കിടക്കാൻ പോണേക്കാൻ മുന്നേ അത് വെച്ചിട്ട് നന്നായി മസാജ് ചെയ്തിട്ടാണ് കിടക്കുക. അപ്പോൾ ഈ ഒരു 2 നേരത്താണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫേസ് മസാജൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഇത് 2 പ്രൊഡക്റ്റ് മാറി മാറി ചെയ്യാട്ടെ. ഞാൻ 2 പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ കൂടുതൽ ഏതാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് കഴിഞ്ഞിട്ടൊന്നും എടുക്കാച്ചിട്ടാണ്. ഇനി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഇതും രണ്ടിലും സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിൽ എന്താന്ന് വെച്ചാൽ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ഫേസ് ഓയിൽ എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ മെയിൻലി ഇത് നമുക്ക് ശരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് 30+ ഏജ് ഉള്ളവർക്ക് കേട്ടോ. കാരണം ഇതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിൻ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യൂട്ടാ. റിങ്കിൾസിനെയും ഫൈലൈൻസിനെയും ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതിലുള്ള പൊമോഗ്രാനൈറ്റ് കൊളാജിൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാനും ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറയ്ക്കാനും എക്സീമിക്ക് പോലും വർക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലുള്ളത്. ഇതും ഭയങ്കര കട്ടി കുറവുള്ള ഫോമുലയാണ് വരിക. പക്ഷെ മറ്റേതിനെ അപേക്ഷിച്ച് ഒരു ശകലം കട്ടി ഉണ്ടായിരിക്കും അതിന്. കാരണം ഇത് ആന്റി ഏജിങ് ഫേസ് ഓയിൽ ആണ്. ഞാൻ മുൻപ് തന്നെ പറഞ്ഞല്ലോ 30+ ഏജ് ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആയവരുണ്ടെങ്കിൽ അവർക്കും പിന്നെ കുറച്ച് മെച്ചുവേർഡ് സ്കിന്നിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. എന്റെ കുറച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണത് ഇതാണ്. എല്ലാവർക്കും വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ഞാനിത് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഫേസ് മസാജ് എന്ന് പറയുന്ന ഒരു സംഭവം നല്ല തന്നെയാണ് നമ്മുടെ ഫേസിന്. പിന്നെ നമ്മുടെ ഫേസിന് കുറച്ച് ഗ്ലോ ഫീൽ ചെയ്യും നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏജ് ഓവർ ഫീൽ ചെയ്യാണ്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കുറച്ച് ഭംഗിയിലിരിക്കാനും കൂടി നമുക്ക് ഉപയോഗപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു 1 വീക്ക് മാത്രമായിട്ടുള്ളൂ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഓയിൽ വെച്ചിട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. നമുക്ക് പതിയെ നോക്കാം എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുമെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ചിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഭയങ്കര ഏജ് ഓവർ ഫീൽ ചെയ്യും. അപ്പോൾ ഡബിൾ ചിന്ന് പോയാൽ തന്നെ നമുക്ക് ഫേസിൽ കുറേ ചേഞ്ചസ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഈ വീഡിയോന്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ കയറി പർച്ചേസ് ചെയ്താൽ മതി. ഫേക്ക് പ്രൊഡക്റ്റ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷെ ഞാനിവിടെ ലിങ്ക് കൊടുക്കും. ഈ ലിങ്ക് തന്നെ കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന ഈ ഒരു ഫേസ് മസാജ് ഞാൻ ചെയ്യണ ഫേസ് മസാജ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേരുടെയും കുറച്ച് പേരുടെയും ഒക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു എനിക്ക് ഡബിൾ ചിന്ന് വരും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മസാജ് ചെയ്ത് കൊടുത്തത്. ജോലൈൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് കവർ കൂടുതലാണ്. ഇതൊക്കെ ഒന്ന് പോവാനല്ല, ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം ഞാൻ എൻ്റെ കൈ നിർത്തി ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് ഉള്ളതാണ് ഇവിടെ കൊണ്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കില്ല. അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൂടി ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ടുള്ള മസാജ് ഇട്ടാ. പിന്നെ ഞാൻ നെറ്റിക്ക്, അത് അപ്പുറം നെറ്റിക്ക് എന്ന് പറയുമ്പോൾ ചുളിവ് ഓൾറെഡി ചുളിവൊക്കെ വരും നെറ്റിക്ക്. എൻ്റെ നെറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കുറവാണ് നെറ്റി എന്നെ സംബന്ധിച്ച്. അപ്പം ഞാൻ നെറ്റി ഭാഗം ഒന്ന് ചുളിവ് വീഴാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഐബ്രോ ഒക്കെ നമ്മുടെ ഐബ്രോ നല്ല ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടും. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഭാഗം പറഞ്ഞാൽ നമ്മുടെ തൊലി ഈ ഒരു സംഭവമൊക്കെ നമുക്ക് ഭയങ്കര ഇങ്ങനെ വിളിവിളിന്നായിട്ടുള്ളതല്ല. അപ്പം അതൊന്ന് വൃത്തികേടാവാണ്ട് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ചെയ്തത്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഐക്കുള്ളതും നല്ലതാണ്. റൗണ്ട് ചെയ്തിട്ട് എല്ലാം കൊടുന്ന് ഇവിടെ നിർത്തും. നമ്മളെല്ലാം കൊടുന്നത് ഇവിടെ നിർത്താട്ട വേണ്ടത്. അങ്ങനെ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോർമലി വീട്ടിൽ യൂസ് ചെയ്യണ ഓയിലോ കാര്യങ്ങളോ എടുത്തിട്ട് ചെയ്യണത് ഒഴിവാക്കുക. ഇപ്പം ബെറ്റർ ഇങ്ങനത്തെ നല്ല ഫേസ് മസാജ് ഓയിൽ കിട്ടിച്ച് ഞാൻ വെച്ച് ചെയ്യുക. പരമാവധി കൈകൊണ്ട് തന്നെ ചെയ്യാൻ നോക്കുക. ടൂൾസ് ഒന്നും എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ടൂൾസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും കൈകൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്യുക. എന്നിട്ട് പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ കേട്ടോ നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.